ഗൈസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നത് ഇപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിലാണെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഡി എമ്മിലൊക്കെ ആണെങ്കിലും ഒക്കെ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 2 മാച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റാറയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകും എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. എനിക്കറിയത്തില്ല എൻ്റെ ഒരു സോഴ്സ് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അത് എത്ര ട്രസ്റ്റ് വർത്തി ആണ് എന്നുള്ളത്. എന്താണെങ്കിലും അങ്ങനൊരു വിഷയത്തിന് അപ്പുറത്തേക്ക് അങ്ങനൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഫെയർ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്, അത് ചില ഫാക്റ്റുകൾ നിരത്തി നമുക്ക് സംസാരിക്കാമെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ക്ലബിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവാൻ വരുന്നതിന് മുമ്പ് ഈ ഇടയ്ക്ക് വെച്ചിട്ടുള്ള സാക്കിങ് അല്ലെങ്കിൽ സീസൺ കഴിയുമ്പോഴുള്ള സാക്കിങ് ഒക്കെ വളരെ സ്വാഭാവികമായിരുന്നു എന്നുള്ളതാണ്. അത് കിബു വിക്കൂണെ ആണെങ്കിലും ഡേവിഡ് ജെയിംസ് ആണെങ്കിലും പീറ്റർ ടൈലർ ആണെങ്കിലും റെനെ മുലൻസ്റ്റീൽ ആണെങ്കിലും ഇങ്ങനെ നമുക്ക് ഒരു നീണ്ട നിര തന്നെ പറയാം. അതുപോലെ തന്നെ ഇപ്പം എൽക്കോടെ ആണെങ്കിൽ എൽക്കോ ഒരു അടുത്ത സീസണിലേക്ക് ഉണ്ടാകും എന്നുള്ള സാഹചര്യത്തിലൊക്കെയാണ് പിന്നീട് വേർപിരിയുന്ന കാര്യത്തിലേക്ക് വന്നത്. അപ്പം ഈ ഒരു കോച്ചസിനെയൊക്കെ വേർപിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ സാക്കിയപ്പെടുന്ന ഒരു കാര്യത്തിലാണെങ്കിലും കോച്ചസിൻ്റെ കാര്യത്തിലുണ്ടായ പ്രശ്നങ്ങളുണ്ട്, മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് മോശം പ്രകടനങ്ങളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം. അപ്പോൾ മിഗാൽ ഷാറയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാലോ ഇവാനുമായിട്ടുള്ള ഒരു കമ്പാരിസനാണ് ഒരു പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഇപ്പം സ്റ്റാറയുടെ അണ്ടറിൽ KBFC 8 മാച്ചസ് പൂർത്തീകരിക്കുന്ന സമയത്ത് 8 പോയിൻറ്റ്സ് ആണ്. അത് അത്ര നല്ല ഒരു പോയിൻറ്റ്സ് അല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഞാൻ ഫാക്ട് നമ്പർ 1 എന്ന നിലയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എത്ര ഇൻഡിവിജ്വൽ എറേഴ്സ് കാരണമാണ് നമുക്ക് പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. സോ ആ ഒരു ഇൻഡിവിജ്വൽ എറേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരിക്കലും കോച്ചിൻ്റെ കയ്യിൽ നിൽക്കുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പം ആ ഒരു പോയിൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ടോപ്പ് 6-ൽ അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ നിൽക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വരുന്നൊരു സമയത്ത് ഈ 2 മാച്ചിന് ശേഷം ഇങ്ങനെ ഡിസിഷനിലേക്കൊക്കെ പോവുകയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അതൊരു ഫെയർ ഡിസിഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർത്തും ഒരു അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. ഈ നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇവാനുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആണ്. ഇപ്പം ഇവാൻ്റെ ഒരു ആദ്യത്തെ വരവിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, നല്ല പെർഫോമൻസ്, നല്ല മൊമെൻറ്റ്സ്, നല്ല വിജയങ്ങൾ, ഒപ്പം നമുക്ക് ടോപ്പ് 4 ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. വർഷങ്ങൾക്ക് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പ്ലേ ഓഫ് കളിക്കുന്നത് ഇവാൻ്റെ ആദ്യത്തെ സീസണിൽ. അതിനുശേഷം നമ്മൾ ഫൈനലിലെത്തി, ഷൂട്ടൗട്ടിൽ മാത്രമാണ് തോറ്റത് എന്നുള്ളതാണ്. പിന്നീട് ഇവാനൊക്കെ ഉണ്ടാക്കിയ ഒരു ഓളം എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ക്വാഡ് ആ ഒരു ഇവാൻ്റെ ആദ്യത്തെ സീസണിലാണ് എന്നുള്ളത് പറയാൻ സാധിക്കും. അതായത് 21-22 സീസണിലാണ് എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും. ഞാൻ പറയാൻ ചരിത്രത്തിൽ തന്നെയാണ്. അതിൽ പോരായ്മകളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൺസേൺ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മിഡ്ഫീൽഡ്, ഹോൾഡിംഗ് മിഡ്ഫീൽഡാണ്. കാരണം സാധാരണഗതിയിൽ നമ്മളവിടെ വിദേശികളെ ഡിപ്പെൻഡ് ചെയ്തെടുത്ത് ഒരു വിദേശി പോലും ആ ഒരു ഹോൾഡിംഗ് പ്ലെയർ എന്ന നിലയിലില്ല. താരതമ്യേന കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ജിക്സൺ ആണെങ്കിലും പി ടി ആണെങ്കിലും ആയുഷ്, ഗിബ്സൺ പോലത്തെ താരങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അവിടെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഈ താരങ്ങൾക്കൊന്നും അധികം മാച്ചസ് അങ്ങനെ ഒരു വലിയ ഇഞ്ചുറി ഒന്നും പുറത്തിരിക്കേണ്ടി വന്നിട്ടില്ല. ഈ താരങ്ങളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതൊരു പോസിറ്റീവായിരുന്നു. പിന്നെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആൽബിനോ ആയിരുന്നുണ്ടായിരുന്നു. ആൽബിനോ പോയപ്പം ഗില്ല് വന്നു, ഉഗ്രം പെർഫോമൻസ് നടത്തി. ഡിഫൻസിൽ ലെസ്കോയും സിപ്പയും പോലത്തെ വളരെ ലീഡർഷിപ്പും അങ്ങനെയൊക്കെ കാണിക്കുന്നൊരു പ്ലേയേഴ്സുണ്ട്. ഒപ്പം നല്ല ഒരു ഇന്ത്യൻ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ ലൂണെ പോലത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നടത്തുന്ന ഒരു കളിയുടെ ഒരു എന്താ പറയുക, ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ഒക്കെ പോലും കേപ്പബിൾ ഉള്ളൊരു താരം നമുക്ക് അവിടെ മിഡ്ഫീൽഡിൽ വരുന്നു. അതുപോലെ തന്നെ ഇപ്പം റൈറ്റ് വിങ്ങിലാണ് ഒരു സഹൽ അന്ന് കളിച്ചിരുന്നത്, ഇപ്പോൾ 4-4-2-ൽ. അപ്പം അവിടെ സഹൽ ഇല്ലെങ്കിൽ ഇപ്പം വിൻസിയെ പോലത്തെ പ്ലെയർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു പ്ലെയർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ രാഹുൽ KP തിരിച്ചു വരുന്നു എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. അതുപോലെ അറ്റാക്കിങ്ങിൽ അൽവാരോ ആൻഡ് ദയാസ്, അങ്ങനത്തെ ഒരു 2 ടോപ്പ് സെൻറ്റർ ഫോർവേഡ്സ് KBFCയുടെ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പം അത്രയ്ക്കൊരു മികച്ച സ്ക്വാഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ബാലൻസ് ഉള്ള ഒരു സ്ക്വാഡ് ഇവാൻ്റെ 2ാമത്തെ സീസണിലോ 3ാമത്തെ സീസണിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന പോലത്തെ ഒരു ഡൗൺഫോൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം മിഗാൽ ഷാറയുടെ ആദ്യ സീസണിൽ ഈ പറഞ്ഞ ഇവാൻ്റെ 2ാമത്തെ 3ാമത്തെ സീസണിലുള്ള ആ ഒരു ടീമിൻ്റെ ബാലൻസ് ഉള്ളൊരു സ്ക്വാഡ് പോലും ഈ ഒരു മിഗാൽ ഷാറയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അത് ഏതൊക്കെ പൊസിഷനിലാണെന്നുള്ളത് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം അത് നമ്മൾ പലവട്ടം പറഞ്ഞതൊരു ക്ലീശയായി മാറിയതാണ്. അപ്പോൾ അത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിപ്പറ്റീഷൻ ആകും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ഈ ഒരു 2 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് വെച്ചിട്ടുള്ള സ്റ്റാറയുടെ കാര്യത്തിലുള്ളൊരു സാക്ക് കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു അൺഫെയർ ഡിസിഷനാണ്. സോഫാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, കോച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഡിസിഷൻസ് പല കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ മേലെയുള്ള വലിയ പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും
മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെറുതാണ്. സോ അതൊക്കെ നമുക്ക് ഇൻ ഫ്യൂച്ചർ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കുറച്ചും കൂടിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. സനി.